നമസ്കാരം. CPM-ന്റെ വെല്ലുവിളിയും ഗുണ്ടായിസവും സൈബർ ആക്രമണങ്ങളും സൈബർ ഭീഷണിയും വധഭീഷണി അടക്കം തുടരുകയാണ്. ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ CPM ഒരു പ്രത്യേക അവസ്ഥയിലെത്തി. അതായത് വലിയ പരാജയമാണ് നേരിട്ടത്, അങ്ങനെയൊന്നുമില്ല എന്നാണ് പറയുന്നത്. 64 സീറ്റ് കിട്ടും എന്നൊക്കെയാണ് ഗോവിന്ദ മാഷ് പറഞ്ഞത്. കിട്ടട്ടെ ഏതായാലും. അപ്പം CPM സൈബർ ഇടങ്ങളിലൂടെ മറ്റുള്ളവരെയൊക്കെ തന്നെ വെല്ലുവിളിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്നത് തുടരുകയാണ്. ഒപ്പം നേരിട്ടും അതുതന്നെയാണ് ഈ പാർട്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ സൈബർ ഗുണ്ടകളെയും അതുപോലെ തന്നെ പാർട്ടി ഗുണ്ടകളെയും ഒക്കെ CPM അഴിച്ചുവിട്ടിരിക്കുകയാണോ, പ്രത്യേകിച്ചും കണ്ണൂർ മേഖലയിലൊക്കെ തന്നെ എന്നുള്ളതാണ്. ഇപ്പൊ പാനൂരിലാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ ഇടത് സൈബർ വിങ് കൊലവിളി തുടരുകയാണ് എന്നാണ് റിപ്പോർട്ട്. പക്ഷേ ഈ വിഷയത്തിൽ പരാതി നൽകിയിട്ടും പോലീസ്, സൈബർ പോലീസോ മറ്റ് പോലീസ് വിഭാഗങ്ങളോ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല എന്നാണ് പരാതി. അതായത് ഒരു പാറാട് CPM-ന്റെ സ്തൂപം തകർത്തവരെ കൊല്ലും. അവിടെ ഒരു സ്തൂപം തകർത്തതുമായി ബന്ധപ്പെട്ട ഏതാനും ദിവസം മുമ്പ് എന്തോ ഒരു പ്രശ്നമുണ്ടായി. അപ്പം സ്തൂപം തകർത്തവരെ കൊല്ലും എന്നാണ് സമൂഹ മാധ്യമത്തിലൂടെ ഭീഷണി മുഴക്കുന്നത്. പരാതി കിട്ടിയിട്ടും പോലീസ് അനങ്ങിയില്ല എന്ന പരാതിയുണ്ട്. നുഞ്ഞമ്പ്രം സഖാക്കൾ, അതുപോലെ മൂളിയത്തോട് സഖാക്കൾ, പാനൂർ സഖാക്കൾ, കുറുക്കൂട്ടി സഖാക്കൾ, മുണ്ടയോടുകാവ് സഖാക്കൾ, ആയിരത്തുറ സഖാക്കൾ തുടങ്ങി ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് അക്കൗണ്ടുകളിലൂടെയാണ് ഇപ്പോഴും കുലവിളി തുടരുന്നത്. പാനൂരിലെ പഴയ കാലത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് വീഡിയോകളും ഫോട്ടോകളും ഷെയർ ചെയ്യുന്നത്. കലാപഭൂമിയായിരുന്ന പാനൂരിനെ വീണ്ടും അത്തരമൊരു സാഹചര്യത്തിലേക്ക് കൊണ്ടുപോകാൻ മടിക്കില്ല എന്ന തരത്തിലാണ് പല പോസ്റ്റുകളും CPM ഇട്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ കൂത്തുപറമ്പ് ACPക്ക് അടക്കം പരാതി നൽകിയിട്ടും വ്യക്തമായിട്ട് ഒരു നടപടി ഉണ്ടായിട്ടില്ല. പാറാട്ടെ CPM സ്തൂപം തകർത്തതിന് അറസ്റ്റിലായ യൂത്ത് ലീഗ് പ്രവർത്തകരുടെ ഫോട്ടോ ഈ അക്കൗണ്ടുകൾ വഴി പ്രചരിപ്പിക്കുന്നുണ്ട്. റിമാൻഡ് കഴിഞ്ഞു വാ, നിനക്കുള്ള റീത്ത് റെഡിയാണ് എന്നാണ് പാനൂർ സഖാക്കളുടെ ഒക്കെ ഫേസ്ബുക്ക് പോസ്റ്റ് കാണുന്നത്. പാനൂർ സഖാക്കൾ കാശിക്കൊന്നും പോയിട്ടില്ല. റിമാൻഡ് കഴിഞ്ഞു വന്നാൽ അവരെ ആ സ്തൂപം തകർത്തവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലാവുകയും റിമാൻഡിലാവുകയും ചെയ്തു. അതായത് പോലീസ് നടപടിയോ അല്ലെങ്കിൽ നിയമ നടപടികൾക്കോ വിധേയരാകേണ്ട കാര്യമില്ല. നിങ്ങളെ ഞങ്ങൾ തന്നെ തീർത്തുകൊള്ളും, ഞങ്ങൾ തന്നെ ആരാച്ചാരും, ഞങ്ങൾ തന്നെ കോടതിയും, ഞങ്ങൾ റീത്ത് വാങ്ങി വെച്ചിട്ടുണ്ട് തുടങ്ങിയ ഭീകരമായ ഭീഷണികളാണ് ഉയർത്തിക്കൊണ്ടുവരുന്നത്. കണ്ണൂർ ജില്ലാ സെക്രട്ടറി സഖാവ് MV ജയരാജൻ അറിഞ്ഞുകൊണ്ടാണോ ഈ കളികളൊക്കെ, അല്ലെങ്കിൽ ഗോവിന്ദ മാഷ് അറിഞ്ഞുകൊണ്ടാണോ ഇത്തരത്തിലുള്ള ഭീഷണികളും മറ്റു കാര്യങ്ങളും ഇവിടെ മുഴക്കുന്നത്? CPM എന്നാൽ എന്താണ് എന്നാണ് നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത്? ഈ കൊലയാളി പാർട്ടി, ഇത് മറ്റ് പ്രദേശങ്ങളിലെ ബംഗാളിലെയും ത്രിപുരയിലെയും ഒക്കെ കാര്യം നമ്മൾ എപ്പോഴും പറയുന്നതാണ്. അവിടെയൊക്കെ ഇതേ പരിപാടി കാണിച്ച് കൊലവിളിയും ഒക്കെ നടത്തിക്കൊണ്ടാണ് ആ പാർട്ടി അവിടെ ഇല്ലാതായത്. ഇനിയിപ്പോൾ CPM എന്ന് കാണുമ്പോഴോ CPM എന്ന് കേൾക്കുമ്പോഴോ ആളുകൾ പൊട്ടിച്ചിരിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തും. അല്ലെങ്കിൽ എന്താണ്, CPM ആണെന്ന് പറഞ്ഞാൽ അടി കൊടുക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്ന നിലയിലേക്ക് കേരളത്തിൽ കാര്യങ്ങൾ ഇങ്ങനെ ഒഴുകി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഭീഷണി, എല്ലാരെയും കൊല്ലും എന്ന ഭീഷണി, വടിവാളുമായി വീട്ടിൽ ചെന്ന ഭീഷണി, സാധനങ്ങൾ തല്ലി തകർക്കുന്നു, കിണറ്റിൽ മണ്ണെണ്ണ കലക്കുന്നു, ഒരു മനുഷ്യനെയും ജീവിക്കാൻ സമ്മതിക്കുന്നില്ല. അവരുടെ സ്തൂപം തകർത്തതിനെ പോലീസ് കേസെടുത്ത് അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തു. അവരെയും കൊല്ലുമെന്ന് പറഞ്ഞ് സമൂഹ മാധ്യമങ്ങളിലൂടെ ഭീഷണി മുഴക്കിക്കൊണ്ടേയിരിക്കുകയാണ്. ഇത് മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും അല്ലെങ്കിൽ CPM-ന്റെ മുതിർന്ന നേതാക്കളുമൊക്കെ ഇത് പലപ്പോഴും ഒന്ന് ഫേസ്ബുക്ക് എടുത്ത് നിങ്ങളുടെ ഈ സഖാക്കളുടെ പേജൊക്കെ ഒന്ന് നോക്കണം. അപ്പം അവരുടെ ആ ഒരു നിലവാരം നമുക്ക് മനസ്സിലാകും. ഇവിടെ മനുഷ്യനെ ജീവിക്കാൻ എങ്ങനെ സമ്മതിക്കാതിരിക്കാം എന്നതിനെ കുറിച്ചാണ് CPM ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് തുടരുകയാണ്. പോലീസാണെങ്കിലോ അനങ്ങുന്നുമില്ല. അവർക്ക് പേടിയാണ്. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അവർക്ക് ജീവിക്കണമല്ലോ.